പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം യൂദിത് 5:17 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. യേശുപ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും പാപത്തെ വെറുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്രായേൽ ജനം എപ്പോഴെല്ലാം ദൈവത്തോട് ചേർന്ന് നിന്നോ അപ്പോഴെല്ലാം ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പാപത്തിൽ നിന്നാകുന്ന ദൈവത്തോട് കൂടെയായിരുന്നപ്പോഴെല്ലാം ദൈവം അവരെ കാത്തു പരിപാലിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും ഇന്ന് ദൈവം പറയുന്നതിനാണ് പാപത്തിൽ നിന്ന് ഓടി അകലുവിനെന്ന്. പാപം ചെയ്യാതിരിക്കുവാൻ, പാപത്തിൽ നിന്നും ഓടി അകലുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ജീവിതത്തിൽ പലപ്പോഴും ഞാൻ എന്തെങ്കിലും വീണു പോയേക്കാം, തെറ്റുകൾ ചെയ്തേക്കാം. പക്ഷേ ഒരു തിരുത്തൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പാപത്തിൽ നിന്ന് ഓടിയകന്ന് പുതിയൊരു മനുഷ്യനായി ജീവിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ. ഈശോ പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് അഭിവൃദ്ധി ഉണ്ടായെന്നാണ് പ്രിയപ്പെട്ടവരെ. അതേ ദൈവം തന്നെ ഇന്നും എന്നോടും നിങ്ങളോടും പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, പാപത്തെ വെറുത്ത് യേശു എന്ന രക്ഷകനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അഭിവൃദ്ധി നമ്മളിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ മക്കളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ആ ദൈവം ഇന്ന് എന്നോടും നിങ്ങളോടും കൂടെ നമ്മോട് കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. പാപത്തെ വെറുക്കുന്ന ദൈവം, പാപത്തിൽ നിന്ന് ഓടി അകലുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ. അങ്ങനെ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ, അവിടുത്തെ സ്നേഹവും കരുണയും നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാകുന്നത് കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.